മരുന്നോ? എന്ത് മരുന്ന്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പൗർണമിയോട് എന്തോ മരുന്ന് കൊണ്ടുവരാനോ മറ്റോ ഹരിപ്രിയ പറയുന്ന ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ട് അവള് വന്നു, മരുന്ന് കൊടുത്തു, പോയി. എന്നിട്ട് അവൾ ഈ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിക്കാത്ത എന്താ? അതിപ്പോ ഞാനെങ്ങനെ അറിയുന്നേ? എന്താ ഹിറ്റ്ലർ ഇത്രയ്ക്ക് അങ്ങോട്ട് സംശയം? പിന്നെ സംശയിക്കണ്ടേ? എന്റെ സുഹൃത്ത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കാണാതെ പോയിരിക്കുന്നു. ഹരിപ്രിയക്ക് മരുന്ന് കൊടുക്കാനായാലും മറ്റെന്തിനായാലും വിളിച്ചൊരു വാക്ക് എന്നോട് സംസാരിക്കണ്ടേ? ഞാൻ വിളിച്ച ഫോണെങ്കിലും എടുക്കണ്ടേ? ഇതൊന്നും ഇല്ലാത്തപ്പോ എനിക്ക് സംശയം തോന്നില്ലേ? അത് സ്വാഭാവികമല്ലേ? അതോ ഞാൻ അറിയാതെ ഹരിപ്രിയക്ക് അവളുമായി വേറെന്തെങ്കിലും ഇടപാടുണ്ടോ? ചേടാ, ഇതെന്തൊരു ചോദ്യം ഹിറ്റ്ലറെ. ഹരിപ്രിയക്ക് അങ്ങനെ പലരുമായിട്ടും പല ഇടപാടും കാണും. അതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കാൻ നടക്കുന്നേ? മോശം 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 മോശം. ഇതിലെന്താ ഇത്ര മോശം? ഒരുപാട് നാളായി കാണാതിരുന്ന എന്റെ സുഹൃത്ത് ഞാൻ അറിയാതെ എന്റെ വീട്ടിൽ വന്നു പോകുമ്പോ അതിലെന്തെങ്കിലും സംശയം എനിക്ക് തോന്നിയാൽ എന്നെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? എന്റെ പൊന്നു കുശനിക്കാരാ, ആരും അങ്ങനെ കുറ്റം പറഞ്ഞതല്ല. ഹരിപ്രിയക്ക് എന്തോ ഒരു മെഡിസിൻ കൊടുക്കാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് വന്നു. പോവാനായിട്ട് അവക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്തു. കുശനിക്കാരനെ വിളിക്കുന്നില്ലേന്ന് ഞാൻ ചോദിച്ചതാ. അപ്പോ അവള് പറഞ്ഞു പോകുന്ന വഴിക്ക് വിളിച്ചോളാന്ന്. അവളുടെ ഫോൺ ചിലപ്പോ ഓഫായി കാണും, അതുകൊണ്ടായിരിക്കും വിളിക്കാതിരുന്നേ. അവളെ വിളിച്ചോളൂന്നേ. അതെ, എന്തായാലും ഹിറ്റ്ലർ ഈ വെയിലത്ത് ചാടി പിടിച്ചിങ്ങോട്ട് വന്നതല്ലേ. ഞാനൊരു നല്ല തണുത്ത ജ്യൂസ് എടുക്കട്ടെ. അത് കുടിക്കുമ്പോ ഈ ചൂടെല്ലാം അങ്ങ് മാറിക്കൊള്ളും. മാറി നിക്ക്. വാന്നേ. ഞാനങ്ങനെ മനഃപൂർവ്വം ഒന്നും നിഷേധിച്ചിട്ടില്ല. ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ അവര് കുറച്ചുകൂടി വ്യക്തമായി പഠിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം നാളെ ഞാനില്ലെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ഓരോ ബിസിനസ്സും നോക്കി നടത്താൻ കഴിയണം. അതിനുള്ള പക്വതയും പരിജ്ഞാനവും വേണം. അതിനാ അവരെ ഓരോ സ്ഥലത്തേക്ക് അയച്ച് ബിസിനസ് പഠിപ്പിക്കുന്നത്. പൈസൻ, നിന്റെ കൂടെ നിന്ന് പഠിക്കാത്ത ഏത് ബിസിനസ്സാണ് ലോകത്താരെങ്കിലും പഠിക്കുന്നത്? നീയല്ലേ റിയൽ ബിസിനസ്മാൻ. അമ്മയുടെ പുകഴ്ത്തലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പക്ഷേയില്ല. നീ അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നേ ഞാൻ പറയൂ. എന്റെ അഭിപ്രായം അത് തന്നെയാ. എടാ, ഭാര്യമാര് ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കേണ്ടത്, അല്ലാതെ വേറെ വേറെ ഒന്നും അല്ല ജീവിക്കുന്നത്. മനസ്സിലായ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് കുഴിച്ചു മൂടി ഞാൻ. എല്ലാം ഞാൻ പറയാം. ആ വെള്ളം എങ്ങടി. പറയടാ, ആരൊക്കെ ചേർന്നാ ഇത് പ്ലാൻ ചെയ്തത്? ഞാനെല്ലാം പറയാം സാറേ, എല്ലാം പറയാം. ഇനി നിങ്ങളുടെ തല്ലുകൊള്ളാൻ എനിക്ക് വയ്യ. ഞാനും വിഘ്നേഷ് ചേർന്ന ഇതെല്ലാം ചെയ്തത്. ഏത് വിഘ്നേഷ്? MP വിഘ്നേഷ്. അയാൾ പറഞ്ഞിട്ടാ ആ ഫുഡിൽ വിഷം കലർത്താനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തത്. MP വിഘ്നേഷാ സാറേ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. കോടതിയിൽ നീ ഈ സത്യം അതുപോലെ തന്നെ പറയോടാ. പറയാം സാറേ, ഞാനെല്ലാം പറയാം. സർ, എന്താടോ ഹരി, ഇവൻ സത്യം പറഞ്ഞോ? പറഞ്ഞു സാറേ, ആ വിഘ്നേഷ് തന്നെയാ ഇതിന്റെ എല്ലാം പിന്നിൽ. ഇപ്പോഴാ ഇവന്റെ വായിന്ന് ആ തിരുമൊഴി ഇങ്ങോട്ട് വന്നത്. കൊള്ളാം. അപ്പൊ പിന്നെ മൊഴി രേഖപ്പെടുത്തി വിഘ്നേഷിന്റെ അറസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ നീക്കിക്കും. ശരി സർ. അറിയാലോ, അയാളൊരു പാർലമെന്റ് മെമ്പറാ. ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നല്ലതുപോലെ ആലോചിച്ച് വേണം ചെയ്യാൻ. ശരി സർ. എന്നാ താൻ പൊയ്ക്കോ. ഇപ്പൊ എന്തു പറയുന്നു മൂർത്തി? തന്റെ വാശിയൊക്കെ പോയില്ലേ? ഇതാ പറയുന്നത്
പോലീസിന്റെ മുന്നിൽ തന്റെ ഒരു മായം കളിയും നടക്കില്ല. ആരുടെ മനസ്സിൽ നിന്നും എന്ത് സത്യവും പിടിച്ചെടുക്കാൻ പറ്റിയ മിടുക്കന്മാരാ കേരള പോലീസിലുള്ളത്. താൻ താങ്ങി നിൽക്കത്തില്ല. ഇപ്പോ തനിക്കത് മനസ്സിലായില്ലേ? സാറേ, ഇനി എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയണേ സാറേ. എനിക്കിനി അടികൊള്ളാൻ വയ്യ, ചത്തുപോകും ഞാൻ. എടോ മൂർത്തി, തന്നെ രക്ഷിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചവനായി DK. താൻ കള്ളനും സ്ഥിരതയില്ലാത്തവനാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ബിസിനസ്സിൽ ഒപ്പം കൂട്ടി തന്റെ ജീവിതം രക്ഷിക്കാൻ ശ്രമിച്ചു. ആ ഒരു തെറ്റേ DK ചെയ്തിട്ടുള്ളൂ. അന്നേ ഞാൻ DKയോട് പറഞ്ഞതാ തന്നെ ഒപ്പം കൂട്ടരുതെന്ന്. ഉണ്ടാവും. പക്ഷേ നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും അതുപോലെ നടക്കാൻ പോകുന്നില്ല. എന്നെ തളയ്ക്കാൻ നിനക്കോ നിന്റെ കമ്മീഷണർക്കോ കഴിയില്ല. പരാജയപ്പെട്ടു നിൽക്കുന്ന അവസാന നിമിഷം വരെ ഒരു പോരാളിയും താൻ തോൽക്കുമെന്ന് സമ്മതിക്കില്ല. മരിക്കുമെന്ന് ഉറപ്പുള്ള അവസാന നിമിഷത്തിലും അവൻ പറയും ഞാൻ തോൽക്കില്ലെന്ന്. ആ ഒരു വീമ്പുറച്ചിൽ മാത്രമേ ഇപ്പൊ നിന്നിൽ ഞാൻ കാണുന്നുള്ളൂ. നീ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട വിഘ്നേഷ്. നിനക്കെതിരെ ശക്തമായ തെളിവുകളും മൊഴികളും ഉണ്ട് പോലീസിന്റെ കയ്യിൽ. നിയമത്തിന്റെ എത്ര പരിരക്ഷ നിനക്കുണ്ടെങ്കിലും നിന്നെ പൂട്ടാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കും. എനിക്കറിയാം DK, നീയും നിന്റെ കമ്മീഷണറും കൂടി അല്പം മുമ്പ് അവിടെ ഇരുന്ന് ആലോചിച്ചില്ലേ? അതെന്നെ പൂട്ടാനുള്ള അവസാനത്തെ വഴിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും വിജയം കാണാൻ പോകുന്നില്ല. നിനക്ക് ഞാൻ ഒരു ഓഫർ തരാം വിഘ്നേഷ്. 48 മണിക്കൂർ. അതിനകം നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നീ രക്ഷപ്പെട്ടു. MP എന്ന നിന്റെ പേരും പദവിയും ഉപയോഗിച്ച്, നിന്റെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പവർ ഉപയോഗിച്ച് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് രക്ഷപ്പെട്ട് കാണിക്കും. പക്ഷേ 48 മണിക്കൂർ കഴിഞ്ഞാൽ കൊലക്കേസിൽ പ്രതിയായി നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും. ഈ ഹരിപ്രിയ ശരിക്കും ആളെങ്ങനെയാ? അവളെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ ആർക്കെങ്കിലും അറിയോ? എന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അവരെ പറ്റി എന്താ അറിയാനാ? സുപ്രിയന്റെ അനിയത്തി, അതല്ലാതെ വേറെ എന്താ ഉള്ളത്? സുപ്രിയന്റെ അനിയത്തിയൊക്കെ തന്നെ. പക്ഷെ അവളും ജ്യോതിയും തമ്മിലുള്ള ഇടപാടിൽ എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്ത് സംശയം? ദേ താരേശി, വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കല്ലേ. അതിനെ ആരെങ്കിലും കേട്ടിട്ട് വേണം അവന്റെ പേരിൽ ഇവിടെ കോലാഹലം ഉണ്ടാവാൻ. അല്ല, താര ചോദിച്ചതിലും കാര്യമില്ലാതില്ല. പറ താരേ, ഇപ്പൊ നിനക്ക് എന്താ ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം? അതെ മായിച്ചി, ഏത് നിമിഷവും ആ ജ്യോതി ഹരിപ്രിയയുടെ റൂമിൽ തന്നെയാ. ഇപ്പൊ ആണെങ്കിൽ ആ കമലേച്ചിയെ ബാംഗ്ലൂരേക്ക് തിരികെ പറഞ്ഞും വിട്ടു. അവളുടെ കാര്യങ്ങളെല്ലാം സ്വന്തം കാര്യങ്ങൾ പോലെ ഏറ്റെടുത്ത് നടത്തുന്ന ജ്യോതിയാ. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നിയില്ലേ? ദേ, നിങ്ങളുടെ മുഖത്ത് ഇപ്പൊ തോന്നുന്ന ഈ ഒരു കൺഫ്യൂഷൻ തന്നെയാ കുറച്ചു ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിലും തോന്നുന്നത്. ഹരിപ്രിയയും ജ്യോതിയും തമ്മിൽ എന്തായിരിക്കും ഇത്ര അടുപ്പം? അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് രഹസ്യം? അതെന്താണെന്ന് പറയാൻ എനിക്കറിയില്ല, കണ്ടുപിടിക്കണം. ചോദിക്ക്. എപ്പോഴാ ബെറ്റി റിട്ടേൺ പോയി? എന്താ എടി, നീ അമേരിക്കക്കാരിയായിട്ടും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലേ? നീ എപ്പോഴാ അമേരിക്കയിലോട്ട് തിരിച്ചു പോകുന്നേന്ന് ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എപ്പോഴാ പോകുന്നത്? പോണം, അധികം താമസമില്ല. അമ്മയ്ക്ക് ഹരിപ്രിയ പറഞ്ഞുവിടാൻ എന്താ എത്ര തിടുക്കം? ഹരിപ്രിയ കുറച്ചുനാളുകൂടി ഇവിടെ നിക്കണമെന്നാ എന്റെ ആഗ്രഹം. നീയും കാലും അറിയോ? അതിന് ഞാനെപ്പോഴാ ഹരിപ്രിയ പോണെന്ന് പറഞ്ഞ? ഇനി ഹരിപ്രിയ ഇവിടെ നിന്ന് പോയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഈ ജ്യൂസ് കുടിക്കും മോളെ. അത് ശരി, എന്നാ പിന്നെ നീ പോണ്ട മോളെ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോവാ. ആരെ ഈ അഹങ്കാരം കാണിച്ചേ?
അഹങ്കാരോ? എന്താ അഹങ്കാരം? എന്റെ മുമ്പിൽ വേലയിറക്കല്ലേ. എന്ത് മര്യാദകേട് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഞങ്ങൾ എന്ത് കാണിച്ചെന്നാ നീ പറയുന്നേ? ഒന്നും കാണിച്ചില്ലേ? ഇല്ല. എന്നാ പിന്നെ ഈ ജ്യൂസ് നീ ഒന്ന് കുടിച്ചു നോക്കി. കുടിക്കണേ കൊണ്ട്. എനിക്ക് ജ്യൂസ് വേണ്ട, ഞാൻ ജ്യൂസ് കുടിക്കാറില്ല. എന്നാ പിന്നെ നീ കുടിക്ക്. കുടിക്ക. ഞാനിപ്പോ ആഹാരം കഴിക്കാൻ പോവല്ലേ, ഇപ്പൊ ജ്യൂസ് കുടിച്ചാ ശരിയാവത്തില്ല. എന്നാ പിന്നെ ഇത് കുടിച്ചിട്ട് നീ പറ ഇതിനകത്ത് എന്താ ഉള്ളേന്ന്. കുടിക്കടി. എടി കുടിക്കാൻ. അത് പിന്നെ എനിക്ക് വേണ്ട. മിണ്ടി പോരുത് നീ. ഇത് കുടിച്ചിട്ട് നീ പറയണം ഇതിനകത്ത് എന്താ ഉള്ളേന്ന്. കുടിക്കടി. എന്തൊരു ഉപ്പ! ആരാ ഇതിനകത്ത് ഉപ്പിട്ടത്? ജ്യൂസിനകത്ത് ആരെങ്കിലും ഉപ്പിടോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. നിങ്ങൾ 3 പേരിൽ ആരാ ഈ വൃത്തിയോട് കാണിച്ചേ? പണിപ്പാളി. നീ ഒരു കാര്യം ചെയ്യും, DK വിളിച്ചു ചോദിക്ക. അപ്പൊ അറിയാലോ സത്യം. DKയുടെ ഫോണില് ഇതിന്റെ കണക്ഷൻ ഉണ്ടല്ലോ. ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, ഞാൻ തന്നെ കാണിച്ചു തരാം. ഈശ്വര, ഇവളുടെ ഫോണിൽ ഇതിന്റെ കണക്ഷൻ ഉണ്ടോ? താരേച്ചി കെട്ടിന്റെ പണി കിട്ടി. DK എപ്പോഴാ ഇവളുടെ ഫോണിൽ ഇത് കണക്ട് ചെയ്ത് കൊടുത്തത്? നോക്ക. കള്ളത്തരം കാണിച്ചിട്ട് ആരും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? ഒരാൾക്ക് കുടിക്കാനെടുത്ത ജ്യൂസിനകത്ത് ഇത്ര വൃത്തികേട് കാണിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? പറയടി, എന്തിനാ നീ ഇപ്പൊ ഇത് ചെയ്തേ? എന്നോടുള്ള വിരോധം തീർക്കാൻ നീ ജ്യൂസിനകത്ത് ഉപ്പ് വരിയിടും അല്ലേടി? ഇന്നല്ലെങ്കിൽ നാളെ
ഞാൻ ഇവിടുന്ന് പോവും, അല്ലെങ്കിൽ മരണം വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോവും. പക്ഷെ നീയോ? എത്ര കാലം DKയുടെ ഭാര്യയായി ജീവിക്കേണ്ട വീടാ ഇത്. ഇവിടെയുള്ളവരാരും നിന്റെ ശത്രുക്കളാകരുത്, എനിക്ക് അത്രയുള്ളൂ. ഞാൻ ആരെയും മനഃപൂർവ്വം എന്റെ ശത്രുക്കളാക്കുന്നില്ലല്ലോ. അവര് ചെയ്ത തെറ്റല്ലേ, അതിന് അവരല്ലേ മാപ്പ് പറയേണ്ടത്. അത് നീ അങ്ങ് കണ്ണടച്ച പോരെ. എനിക്കങ്ങനെ കണ്ണടയ്ക്കാനൊന്നും പറ്റത്തില്ല. ജ്യോതി, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. നീ യഥാർത്ഥത്തിൽ ഹരിപ്രിയായിരുന്നെങ്കിൽ ഞാൻ ഒരു വാശിയും പിടിക്കില്ലായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ ആരോടും ഒരു വഴക്കിനും ഇറങ്ങി പുറപ്പെടുകയില്ലായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല സുപ്രിയ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ ഇതെല്ലാം നിന്റേതായിരുന്നു. നിന്നെ ബഹുമാനിച്ചവരും ഇഷ്ടപ്പെട്ടിരുന്നവരും സ്നേഹിച്ചവരും ഒക്കെയാ ഇപ്പൊ ചുറ്റിനുമുള്ളത്. പക്ഷെ അവരൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ടോ ജ്യോതി? ഇല്ലല്ലോ. സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താനാകാതെ ഇങ്ങനെ മറഞ്ഞിരിക്കല്ലേ ഞാൻ. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താനോ ഒരിക്കൽ എന്റേതായിരുന്ന ഇപ്പോ എന്റെ ചുറ്റിലുള്ളതെല്ലാം എന്നെ തീയായിട്ട് വന്ന് മൂടിക്കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും അതിന്റെ ചൂടിൽ ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുക ജ്യോതി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എത്രയോ കാലം നിനക്ക് ജീവിക്കേണ്ട വീടായത്. നീ അങ്ങ് കണ്ണടച്ചേ. ഇനിയിപ്പോ ക്യാമറയുടെ കാര്യം പറഞ്ഞൊരു വഴക്കുണ്ടാക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തല്ലിയ കാര്യം പറയുന്നതായിരിക്കും നല്ലത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ വീടിനകത്ത് ക്യാമറ നമുക്കൊരു തടസ്സം തന്നെയാ. നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന പ്രവൃത്തി തന്നെയാ ഇത്. അത് മാറ്റണം, മാറ്റിയേ തീരൂ. മായച്ചി, നമുക്ക് ഈ രാത്രി അതൊക്കെ എടുത്തങ്ങ് ദൂരെ കളഞ്ഞാലോ? അതൊന്നും വേണ്ട. നമ്മളായിട്ടത് ചെയ്താ അത് വേറെ പ്രശ്നമാകും. DK വരട്ടെ, DKയോട് തന്നെ പറഞ്ഞ് നമുക്കതെടുത്ത് മാറ്റിക്കാം. അതല്ലേ നല്ലത്? DK വരട്ടെ, DKയോട് തന്നെ പറഞ്ഞ് നമുക്കതെടുത്ത് മാറ്റിക്കാം. അതല്ലേ നല്ലത്? അതിന് DK സമ്മതിക്കണ്ടേ? ഓ, എല്ലാം കൂടെ ഓർത്തിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാം. താരേച്ചി, അടി കിട്ടിയത് കിട്ടി. തെളിവ് സഹിതം ജ്യോതി പിടിച്ചു. അന്നേരം താരേച്ചിക്ക് തിരിച്ചെന്തെങ്കിലും പറയാനോ ചെയ്യാനോ സമയം കിട്ടിയില്ല. ഇനി അതിനൊന്നും മെനക്കെടാതിരിക്കുന്നതാ നല്ലത്. DK എന്തിനാ ഈ ക്യാമറ അവളുടെ ഫോണിൽ മാത്രം കണക്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. നമ്മളാരും ഈ വീട്ടിൽ താമസിക്കുന്നവരല്ലേ? ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി. എന്ത് കാര്യം? ജ്യോതിയും DKയും നമുക്ക് മുന്നിൽ കാണിക്കുന്ന പിണക്കവും പരിഭവവും എല്ലാം വെറും കാഴ്ചയാണ്. നമ്മളെ പറ്റിക്കാനുള്ള മായ കാഴ്ച. അവര് ഭാര്യയും ഭർത്താവും തമ്മില് ഒരു ധാരണയിൽ തന്നെയാ ജീവിക്കുന്നത്. അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ച സാധിക്കില്ല. അവര് തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ വീട്ടിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായ ഈ ക്യാമറ ഇതിനകത്ത് നിന്ന് മാറ്റണം. നമ്മൾ സ്ത്രീകളാ, നമുക്ക് പല പരിമിതികളുണ്ട്. വസ്ത്രം മാറാനും ജോലി ചെയ്യാനും കുളിക്കാനും നനയ്ക്കാനും ഈ വീട്ടിൽ തേരാ പറ നടക്കുന്നവരാ നമ്മള്. അതിനിടയില് ഈ ക്യാമറ ശ്രദ്ധിക്കാൻ നമുക്ക് ചിലപ്പോ പറ്റില്ല. മായേച്ചി പറഞ്ഞ് 100% ശരിയാ. അത് മാറ്റാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്തായാലും DK വരട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഈ ഫ്രൂട്ട്സ് ഹരിപ്രിയക്ക് കൊടുത്തേക്ക്. വേണ്ട വേണ്ട, അതൊക്കെ നേരിട്ടങ്ങ് കൊടുത്താ മതി. ഞാൻ കൊടുക്കാനോ? പിന്നെ ഞാൻ എന്തിനാ കൊടുക്കുന്നേ? വാങ്ങിച്ചോണ്ട് വന്ന ആള് തന്നെ കൊടുക്കണം. അതല്ലേ അതിന്റെ ഒരു സന്തോഷം. അത് വേണ്ട, ഇത് നീ കൊടുത്താ മതി. അങ്ങനെ അല്ല എന്റെ കുശിനിക്കാരാ. നമുക്ക് വേണ്ടിയല്ലേ ഹരിപ്രിയ ഇത്രയും പീഡനങ്ങളൊക്കെ അനുഭവിച്ചത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയത് നിങ്ങൾ അവൾക്ക് നേരിട്ടല്ലേ കൊടുക്കേണ്ടത്. അതല്ലേ അതിന്റെ ഒരു സന്തോഷം. ഒന്ന് ചെല്ല എന്റെ ഹിറ്റ്ലറെ. ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചില സന്തോഷങ്ങൾ ഹരിപ്രിയക്കും കിട്ടട്ടേന്ന്. ചെല്ല ചെല്ല.
പാവൻ ഡിക്ക് മുന്നിൽ നിൽക്കുന്നത് സുപ്രിയയാണെന്ന് പാവ അറിയുന്നില്ല. സത്യത്തിൽ ഞാൻ ഡിക്കയോട് ചെയ്യുന്നത് ചതി തന്നെയാ. പക്ഷെ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച. ഇപ്പോ ക്ഷീണം കുറവുണ്ടല്ലോ അല്ലേ? കുറവുണ്ട്. കൊള്ളാം വിഘ്നേഷ്, അസലായി നാടകം. പക്ഷേ ഇതിന് പ്രേക്ഷകർ കിട്ടില്ല. കാരണം താൻ പറയുന്നതിന് ഒരു വിശ്വാസ്യതയില്ല. പക്ഷേ ഇവൻ മൂർത്തി, അവൻ പറഞ്ഞതിന് വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് റിപ്പോർട്ട്സിൽ ഞങ്ങൾ അതങ്ങ് സ്വീകരിച്ചു. തനിക്കിനി രക്ഷയില്ല വിഘ്നേഷേ, സമ്മതിക്കുക. അതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊടുക്കാൻ വേണ്ടി ദാ ഇവൻ മനഃപൂർവ്വം പറയുന്നതാ. ഞാനല്ല അത് ചെയ്തത്. മിസ്റ്റർ വിഘ്നേഷ്, തന്നെ മർദ്ദിക്കാനോ അങ്ങനെ പേടിപ്പിച്ച് സത്യം പറയിപ്പിക്കാനോ ഒരു ഉദ്ദേശവും ഇല്ല. നിങ്ങളെ കൈവച്ച അത് പാർലമെന്റിൽ ഒരു ചോദ്യമായി വരുമെന്ന് എനിക്കറിയാം. ആലോചിക്കും, ഈ രാത്രി മുഴുവനും ആലോചിക്കും. എന്നിട്ട് തീരുമാനിക്കുക സത്യം പറയണോ വേണ്ടയോ എന്ന്. ഡോ മൂർത്തിയെ കൊണ്ടോ. ശരി സർ, ഓടോ. എടാ, മനസ്സിലായില്ലേ? താരയുടെ ചെവിക്കല്ലേ ഇവൾ അടിച്ചു പൊട്ടിച്ചൂന്ന്. ആ, എന്തിന്? നീ എന്തിനാ അവിടെ തല്ലിയത്? കാര്യം ഉണ്ടായിട്ട് തന്നെയാ തല്ലിയത്. എന്ത് കാര്യമായാലും അങ്ങനെ അടിക്കാൻ പാടുണ്ടോ? നിന്റെ മരുമക്കളല്ലേ അവര്? മക്കളായാലും മരുമക്കളായാലും തെറ്റ് കണ്ട ശിക്ഷ കൊടുക്കണം. അതിപ്പോ പ്രായം കൂടിയവരാണെങ്കിലും കുറഞ്ഞവരാണെങ്കിലും. ഞാൻ ദേ ഈ ഹരിപ്രിയക്ക് കൊടുക്കാൻ വേണ്ടി ജ്യൂസ് എടുത്തതാ. ആ ജ്യൂസിനകത്ത് നിങ്ങളുടെ മരുമക്കൾ ഉപ്പ് വാരിയിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ അവളെ തല്ലണോ അതോ ഉമ്മ വയ്ക്കണോ? അതിനാ എല്ലാവരും ഭക്ഷണം കഴിക്കാതെ നിരാഹാരം കിടക്കുന്നത്. അതെങ്ങനെ ശരിയാവും? തെറ്റിന് ശിക്ഷ കൊടുത്തെന്ന് കരുതി ആഹാരം കഴിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ജ്യോതി, നീ പോയി അവരെ വിളിച്ചേ. ബെസ്റ്റ്. ഞാൻ വിളിച്ചാന്നോ അവര് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും സാരമില്ല, പോയി വിളിച്ചു നോക്ക്. അപ്പോഴല്ലേ അവര് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. മൈസൺ, വിശപ്പാകുമ്പോ ആവശ്യമുള്ളവർ വന്ന് ഫുഡ് കഴിക്കും. ആരും ആരെയും നിർബന്ധിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അമ്മ, അങ്ങനെയല്ല. ഒരു വീടിന്റെ സമാധാനവും സന്തോഷവും എല്ലാം നിലനിൽക്കുന്നത് ഇതുപോലെ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് എല്ലാരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണ്. എന്തെങ്കിലും പരിഭവ പിണക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് അത് അവസാനിക്കേണ്ടത്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങളിലാണ് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഒരു മേശയ്ക്ക് ചുറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴാ യേശു ക്രിസ്തുവിനെ യൂദാസ് ഒറ്റുകൊടുത്തത്. അതുപോലെയാ അവൾ ഈ ജ്യൂസിനകത്ത് ഉപ്പിട്ടത്. കറക്റ്റ്. യൂദാസിന്റെ പണി തന്നെയാ അവള് കാണിച്ചത്. എന്തായാലും ചെന്ന് വിളിക്ക്. ആരും ഭക്ഷണം കഴിക്കാതെ കിടക്കണ്ട. ശരി, ഹിറ്റ്ലറിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി വിളിക്കാം. ഹരിപ്രിയം, ആ കറി ഒന്ന് ഏട്ടന് ഒഴിച്ചു കൊടുത്തേക്കണേ. മതി. അമ്മേ, ഇതിന് നല്ല സ്വാദുണ്ട്, കഴിച്ചു നോക്ക്. ഇത് ആരുണ്ടാക്കിയതാ? അമ്മ ഉണ്ടാക്കിയതാണോ? നോനോ, യുവർ വൈഫ്. അവൾക്ക് ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയൂ? മൈസൺ,
ആരെയും വില കുറച്ച് കാണരുത്. ഹിറ്റ്ലറെ, ഹിറ്റ്ലറെ, അവര് പറഞ്ഞതോർത്ത് അത്രയ്ക്കങ്ങ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നെന്ന് അവർക്കും അറിയാം, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തണം. അതേ വഴിയുള്ളൂ. ആ ക്യാമറ അവിടെ ഇരുന്നതുകൊണ്ടാണല്ലോ അവര് ചെയ്ത തെറ്റ് ഞാൻ കണ്ടുപിടിച്ചത്. അതിന് നിങ്ങൾ അവരെ ശിക്ഷിക്കുമെന്ന് പേടിച്ചിരിക്കുമോ അവര്. അപ്പോ അവരെ അങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അവര് തിരിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചു. അത്രേ ഉള്ളൂ കാര്യം. ഏട്ടാ, ഞാൻ ഇതിലൊന്നും ഇടപെട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും ഞാനും കൂടി ഇതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് പറയാ. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഏട്ടൻ അവരോട് ക്ഷമിക്കണം. അതവരുടെ വിവരക്കേടാന്ന് കരുതിയാ മതി. ഇതാണോ വിവരക്കേട്? അപ്പോ ജ്യോതിയെ നിന്നെ കൊണ്ട് ശിക്ഷിപ്പിക്കാനാ അവളുമാര് ഈ നാടകമൊക്കെ കളിച്ചത്, മനസ്സിലായോ? അങ്ങനെയുള്ള അവളുമാരെ ഈ വീട്ടിൽ വച്ചേക്കാമോ? ഇറക്കി വിടും ഞാൻ എല്ലാത്തിനും. ഇത് നിനക്കും നിന്റെ ഭാര്യയ്ക്കും താമസിക്കാനുള്ള വീടാ. അവളുമാരും അവളുമാരുടെ ഭർത്താക്കന്മാരും പോയി വേണമെങ്കിൽ വേറെ വീട് വെച്ച് താമസിക്കട്ടെ. ഇതിനുള്ള പരിഹാരം ഞാൻ ഇപ്പൊ ഉണ്ടാക്കിത്തരാം. അമ്മ 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 നിക്കമ്മേ, അമ്മ ഇങ്ങനെ ബഹളം വെക്കല്ലേ. അവരെ ഇറക്കി വിടാനൊന്നും പോവില്ലേ അമ്മ. അമ്മ അവരോട് സംസാരിച്ചോ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒന്ന് സമാധാനത്തോടെ മാത്രം സംസാരിക്കണം. അയ്യടാ, ഒരു മദർ തെരേസ വന്നിരിക്കുന്നു. ദേ, ഇവളുമാരോടൊക്കെ എങ്ങനെ സംസാരിക്കണോന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെ, ഞാൻ സംസാരിച്ചോളാം. അല്ല പിന്നെ അമ്മ അമ്മ ഞാൻ അമ്മ പറഞ്ഞത് ശരി. എല്ലാവർക്കും വേറെ വേറെ വീടുകൾ വേണം. അമ്മ അങ്ങനെ ഒറ്റവാക്കിലൊന്നും പറയണ്ട. ഇത് അമ്മയുടെയോ അമ്മയുടെ മോന്റെയോ മാത്രം വീടല്ല, ഇത് ഞങ്ങളുടെയും കൂടി വീടാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൂടി അവകാശമുള്ള വീട്. അങ്ങനെ എന്തെങ്കിലും കുറ്റത്തിന് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാവുന്നുള്ള വ്യാമോഹമൊന്നും നടക്കില്ല. ഓഹോ, അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾ അവകാശം പറയാനുള്ള പുറപ്പാടിലാണല്ലേ? പറഞ്ഞാൽ എന്താ കുഴപ്പം? സത്യല്ലേ പറഞ്ഞത്? താരേച്ചി ഒന്നും മിണ്ടാതിരിക്കുക. എന്തിനവള് മിണ്ടാതിരിക്കണം? കാര്യം പറയാനുള്ളതല്ലേ, പറയട്ടെ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെന്തായാലും അമ്മയുടെ കൊച്ചുമക്കളാണല്ലോ. അവരുടെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ ഇത്? അങ്ങനെ ഞങ്ങളെ ഇറക്കി വിടാന്നൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾ ഒരിടത്തേക്കും പോവില്ല. അമ്മേ, അമ്മയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജ്യോതിയുടെ ഫോണില് DK അത് കണക്ട് ചെയ്ത് കൊടുത്തു. എന്നാ ഞങ്ങളുടെ ഫോണുകളിലോ DK അത് കണക്ട് ചെയ്ത് തന്നതുമില്ല. എന്തുകൊണ്ട് തന്നില്ല? ഞങ്ങളെ അന്യരായിട്ട് DK കണക്കാക്കിയതുകൊണ്ടല്ലേ തരാതിരുന്നത്. അപ്പൊ ആരാ തെറ്റ് ചെയ്തത്? ഞങ്ങളോ അതോ DKയോ? സ്വന്തം ഭാര്യയോട് സ്നേഹമൊക്കെ ആവാം, പക്ഷെ വീട്ടിലുള്ള മറ്റാളുകളെ അവഗണിക്കരുത്. ജ്യോതിയുടെ മൊബൈലിൽ മാത്രം ആ ക്യാമറയുടെ കണക്ഷൻ കൊടുത്താല് എനിക്കും എതിർപ്പുണ്ട്. നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തിക്കോ. പക്ഷെ എന്റെ മോൻ നിങ്ങളൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കത് അറിയത്തില്ല. നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ ഒരു പോറലെങ്കിലും ഏറ്റാൽ അവനത് സഹിക്കില്ല. അവൻ പറഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ജ്യോതിയുടെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യം എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. അവൾ അവന്റെ ഭാര്യയല്ലേ. നിങ്ങളെക്കാളൊക്കെ കുറച്ച് അവകാശം കൂടുതൽ അവക്കില്ലേ? പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ എന്റെ മോനെ കുറ്റപ്പെടുത്തിയത് എനിക്ക് വലിയ സങ്കടമായിപ്പോയി, വലിയ സങ്കടമായിപ്പോയി. ഹിറ്റ്ലറെ, ഇത് നമ്മുടെ വീടാ. മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇവിടെ വേറെ ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാണും. അതെല്ലാം എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെവി കൂടെ കേട്ടിട്ട് മറു ചെവി കൂടി അതിനങ്ങ് വിട്ടുകളയണം. അല്ലാതെ അതിനെ ഇങ്ങനെ മനസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ വിടരുത്. ചുമ്മാ ദേഷ്യത്തിന്റെ റണ്ണടിച്ച് കൂട്ടിക്കളയും. ഇത്രയും നാള് ഞാൻ ജീവിച്ചത്
അവർക്ക് വേണ്ടിയാ, ഈ വീടിന് വേണ്ടിയാ. അതെന്താ അവര് മറന്നത്? മറക്കാനല്ലേ എളുപ്പം, ഓർക്കാനാണ് പ്രയാസം. ഹിറ്റ്ലറെ അവരൊരു തെറ്റ് ചെയ്തു, ഞാനത് കണ്ടുപിടിച്ചു. എന്റെ മൊബൈൽ ഫോണിൽ ആ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അന്ന് വിഘ്നേഷിന്റെ ആളുകള് കേക്കിൽ വിഷം കലർത്താൻ വന്നത് കണ്ടുപിടിച്ചത് ഈ ക്യാമറ ഉള്ളതുകൊണ്ടല്ലേ? അതിനു മുമ്പും ഈ ക്യാമറ അവിടെ തന്നെ ഇല്ലേ? അന്നൊന്നും തോന്നാത്ത ഈ ദുരഭിമാനം ഇപ്പോഴെന്തിനാ തോന്നിയത്? അതാണ് അവനവൻ പാര. മനസ്സിലായില്ലേ? ഏതോ ഒരു സിനിമയില് മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവനവൻ ചെയ്യുന്ന തെറ്റ് കണ്ടുപിടിക്കപ്പെട്ട പിന്നെ കാണുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന്. അവര് ചെയ്തത് അവർക്ക് തന്നെ വിനയായി. അപ്പോ മുൻപത്തെ ശരിയൊക്കെ അവർക്ക് തെറ്റായി പോയിട്ടുണ്ടാവും. ശരിക്കും ഇനി പെണുങ്ങോ? ഇല്ല. ഉറപ്പ്? സത്യം. നമ്മൾ ഇതുവരെ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി നമുക്കൊന്ന് ലൈഫ് എൻജോയ് ചെയ്യണം. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. പറ. പറയട്ടെ. പറ. അതെ, എനിക്കൊരു അമ്മയാവണം. അതെ ഹിറ്റ്ലറെ, കള്ളത്തരം കാണിച്ച് നിങ്ങളെയൊക്കെ പറ്റിച്ചതിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. താനാള് കൊള്ളാലോടോ ബേക്കറിക്കാരി. ഞാനിത് പറഞ്ഞത് നമുക്ക് വേണ്ടി മാത്രല്ല, പിന്നെ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയാ. എന്തൊരു തള്ളാടി ബേക്കറിക്കാരി നീ തള്ളുന്നേ? ഞാൻ പറഞ്ഞ തള്ളൊന്നുമല്ല, സത്യം തന്നെ ഹിറ്റ്ലറെ. കണ്ണന്റെ മുമ്പില് അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. നമ്മുടെ ഒരു കുഞ്ഞ് ഈ മുറ്റത്ത് ഓടി കളിക്കുന്ന കാണാൻ. പിന്നെ ഉണ്ണിക്കണ്ണന് കുഞ്ഞുങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണല്ലോ പണി. ദേ, കണ്ണനോട് കളിക്കില്ലേ, അവിടെ എന്തും എടുക്കും. മായക്കണ്ണന്റെ ലീലകള് അറിയാഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ. മായക്കണ്ണന്റെ ലീലയല്ലേ അത്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു